ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രിയിലെ കഥയുടെ മായാലോകത്തിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്റ്റോറി ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ഹെഡ്ഫോൺസ് ചെവിയിൽ വയ്ക്കുക. ഇന്നു രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ടു പോകാം. പാതിരാവിലെ ചന്ദ്രിക വിഷാദയായി പൂനിലാവിന്റെ ഒളി മങ്ങിയ പോലെ. പാതിരാക്കാറ്റുപോലും നിശബ്ദമായി എന്തിനോ തേങ്ങും പോലെ അവന് തോന്നി. വല്ലാത്തൊരു അസ്വസ്ഥത അവനെ വന്ന് മൂടി. ഹിതമല്ലാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് ആരോ അവന്റെ മനസ്സിനുള്ളിൽ കയറിയിരുന്ന് അവനെ പേടിപ്പിച്ചുകൊണ്ടിരുന്നു. ദേവേട്ട, എനിക്കൊന്ന് കാണണം. ആവണിക്ക് വേണ്ടി അവൻ പതിയെ പുറത്തെ ഇരുട്ടിലേക്ക് ഇറങ്ങി. ശരിയാണ്, അവളെ ഒന്ന് കണ്ടാൽ അല്പനേരം അടുത്തിരുന്നാൽ ഈ ആശങ്ക നീങ്ങിയേക്കും. പക്ഷെ എന്നും അവനെ കാണുമ്പോൾ അവളുടെ മുഖത്ത് ഉദിച്ചുയരുന്ന സൂര്യൻ ഇന്നെന്തോ പുറത്തേക്ക് വരാൻ മടി കാണിക്കും പോലെ. നീ പുറത്തേക്ക് വന്നത് ആരെങ്കിലും അറിഞ്ഞോ? ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അവന് അതിശയം തോന്നി. സീതമ്മ സമ്മതിച്ചോ? പതിവ് പോലെ അവൾ അവന്റെ കയ്യിൽ തൂങ്ങി. കുളപ്പടവിലെ മങ്ങിയ നിലാവിൽ അവൾ അവന്റെ തോളിൽ ചാരിയിരുന്നു. അവളുടെ സാന്നിധ്യം അവനെ തെല്ലൊന്ന് ആശ്വസിപ്പിച്ചു. നാളെ നിശ്ചയമാണല്ലേ? ദേവൻ ഞെട്ടി. അവൾ ആ കാര്യം അറിഞ്ഞിട്ടില്ല എന്നാണ് അവൻ കരുതിയത്. ആര് പറഞ്ഞു? അവന്റെ ശബ്ദം വളരെ താഴ്ന്നിരുന്നു. അമ്മ പറഞ്ഞു. അത് നടക്കില്ല കുട്ടി. അവൾ അതിന് ഒരു മറുപടിയും പറഞ്ഞില്ല. ഉമ്മ പാവമാണ് ദേവേട്ട. എനിക്കറിയാം. കുറെ നേരം നിശബ്ദയായി ഇരുന്ന ശേഷം അവൾ എഴുന്നേറ്റു. ദേവനും. പതിയെ അവൾ ദേവന്റെ മുഖം പിടിച്ച് താഴ്ത്തി. അവന്റെ ചുണ്ടുകൾ ദീർഘമായി അവളുടെ ചുണ്ടുകൾ ചേർത്തു. പിന്നെ ഒന്നും പറയാതെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയെങ്കിലും ദേവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. വേണ്ട, പോവണ്ട. നെഞ്ചു പൊട്ടുന്നത് പോലെ തോന്നിയപ്പോൾ അവൾ അവന്റെ നെഞ്ചിൽ മുഖം ചേർത്തു. ദേവാ! വാതിലിൽ തട്ടിക്കൊണ്ട് വിജിത വിളിക്കുന്നത് കേട്ട് അവൻ വന്ന് വാതിൽ തുറന്നു. അവന്റെ കോലം കണ്ട് അവർ അമ്പരന്നു. സങ്കോചത്തോടെ പറഞ്ഞു, വരാൻ പറഞ്ഞു, സമയമായി. അവൻ നടുത്തളത്തിലേക്ക് നടന്നു. അവിടെ എല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എന്ത് വേഷമാണ് ദേവാ ഇത്? രാത്രിയിൽ ഉടുത്തിരുന്ന മുണ്ടും ഒരു ടീഷർട്ടുമായിരുന്നു അവന്റെ വേഷം. മുടിയൊക്കെ ചീകി ഒതുക്കാതെ അവനെ കണ്ട ഉമയ്ക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. ഇങ്ങനെയാണോ ഒരു നല്ല കാര്യത്തിന് വരുന്നത്? ദേവൻ കുളിച്ചിട്ടു പോലുമില്ലെന്ന് മനസ്സിലായ സുമിത്ര അരിശത്തോടെ ചോദിച്ചു. അവന്റെ അവസ്ഥ കണ്ട് എല്ലാവർക്കും സഹതാപം തോന്നി. അവന്റെ മിഴികൾ ചുറ്റുമൊന്ന് പരതി. എല്ലാവരും ഉണ്ടെങ്കിലും ആവണിയെ മാത്രം അവിടെ കണ്ടില്ല. അവൻ ഒന്നിനും പ്രതികരിക്കുന്നില്ലെന്ന് കണ്ട് സുമിത്ര പറഞ്ഞു, സാരമില്ല, എന്തായാലും മോതിരം മാറൽ നടക്കട്ടെ. ദേവൻ എന്തെങ്കിലും പറയാൻ കഴിയും മുന്നേ മുറ്റത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. പെട്ടെന്ന് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു. ആരാണിപ്പോ ഇവിടേക്ക്? വിജിതേ, പോയി നോക്ക്. ആയുഷ്! ദേവന്റെ മനസ്സ് മന്ത്രിച്ചു. അവന് പെട്ടെന്നൊരു ആശ്വാസം തോന്നി. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം വിജിതയ്ക്കൊപ്പം ഒരാൾ കൂടി അകത്തേക്ക് വന്നു. ആയുഷ്. അവനെ ആരും അവിടെ അപ്പോൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അവനെ കണ്ട് മാധവന് ഒരു ധൈര്യം തോന്നി. ഇവിടെ ഒരു ചടങ്ങ് നടക്കുകയാണ്. നിന്നെ ആരെങ്കിലും ക്ഷണിച്ചോ ഇപ്പൊ ഇങ്ങോട്ട്? സുമിത്ര ഇഷ്ടക്കേടോടെ പറഞ്ഞു. ഉവ്വ്, ഞാൻ ക്ഷണിച്ചു. ദേവനാണ് പറഞ്ഞത്. ആയുഷ് ഒന്ന് പുഞ്ചിരിച്ചു. എന്താണ് ദേവ, നിന്റെ കല്യാണ നിശ്ചയമായിട്ട് നീയൊന്ന് കുളിച്ചിട്ട് പോലും ഇല്ലെന്ന് തോന്നുന്നല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആയുഷ് സുമിത്രയെ നോക്കി. ഇവനിഷ്ടം ആവണിയാണ്. എന്നിട്ടും എന്തിനാണ് അമ്മ ഇങ്ങനെ ഒരു ക്രൂരത ഇവനോട് കാണിക്കുന്നത്? ഇത് ഞങ്ങളുടെ കുടുംബക്കാരുമാണ്. ഇവൻ എന്റെ മോനാണ്. ഞാൻ പ്രസവിച്ച എന്റെ മോൻ. അവന്റെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം, സുമിത്ര രോഷത്തോടെ പറഞ്ഞു. അത് കേട്ട് ആയുഷ് പൊട്ടിച്ചിരിച്ചു. ആ ചിരിയുടെ അർത്ഥം എന്താണെന്ന് ജയദേവനും ദേവനും മാത്രം മനസ്സിലായി. പറ്റില്ലെന്ന് പറഞ്ഞുകൂടെ ദേവ? ആയുഷിന്റെ ചോദ്യത്തിന് ദേവൻ ഒന്നും മിണ്ടിയില്ല. ഓ, അതിനൊരു കാര്യം കൂടി ബാക്കിയുണ്ടല്ലോ അല്ലേ? നിനക്കതിനുള്ള ഉത്തരവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒന്ന് നിർത്തി ആയുഷ് ചോദിച്ചു, ആവണി എവിടെ? വിജിത അവളെ വിളിച്ചുകൊണ്ടുവന്നു. ആയുഷിനെ കണ്ടതും ആവണിക്ക് സന്തോഷവും സങ്കടവും ഒരുമിച്ച് വന്നു. അവളെ കണ്ട ദേവനും ആയുഷും എല്ലാവരും ഒരുപോലെ ഞെട്ടി. ദേവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പോലെ വയലറ്റ് കളർ കരയുള്ള സെറ്റും മുണ്ടും, കൈ നിറയെ ചേരുന്ന വളകളും മുടിയിൽ നിറയെ മുല്ലപ്പൂ ചൂടിയും അവൾ ഏറ്റവും മനോഹരിയായിരുന്നു. ദേവന്റെ കണ്ണുകൾ വിടർന്നു. അവന്റെ ഹൃദയം മന്ത്രിച്ചു, ഇവളാണ് എന്റെ വധു. ആവണി ഓടിച്ചെന്ന ആയുഷിനെ ചുറ്റിപ്പിടിച്ചു. ഏട്ടാ,
അവന്റെ കണ്ണുകളിൽ അവളോടുള്ള വാത്സല്യം തിളങ്ങി. ആ കാഴ്ച കണ്ട സീതയുടെയും മാധവന്റെയും നെഞ്ചിൽ ഒരു പോറലുണ്ടായി. ആയിഷ് അവളുടെ മുഖം കയ്യിലെടുത്ത് നെറുകയിൽ മുകർന്നു. എന്താ സതീദേവി, മഹാദേവനെ ഉപേക്ഷിച്ച് കളയുകയാണോ? അവളിൽ വേദന കലർന്ന ഒരു പുഞ്ചിരി ഉണ്ടായി. ആവണിയുടെ സാന്നിധ്യം എല്ലാവരിലും ചെറിയൊരു ആശങ്ക ഉണ്ടാക്കി. സുമിത്രയ്ക്ക് തന്റെ ധൈര്യം ചോർന്നു പോകുന്നത് പോലെ തോന്നി. ദേവനു വേണ്ടി സതി പുനർജനിക്കുക തന്നെ ചെയ്യും. ദേവൻ അരുതെന്ന് തല വെട്ടിച്ചുകൊണ്ടിരുന്നു. എന്താ ദേവ, നീ ഇവളെ തടയാത്തത്? അറിയാം, അതിനുള്ള ഉത്തരം വേണ്ടേ നിനക്ക്? വരൂ. ആയിഷ് പുറത്തേക്ക് നടന്നു. ദേവനും ആവണിയും അവന് പിറകെ ചെല്ലുന്നത് കണ്ട് എല്ലാവരും പുറത്തേക്ക് ചെന്നു. മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറിന്റെ മുന്നിലെ ഡോർ തുറക്കപ്പെട്ടു. ദേവന്റെ തലയിൽ അപകടമണി മുഴങ്ങി. ഒരാൾ കാറിൽ നിന്നും ഇറങ്ങി. ഡോർ അടഞ്ഞതും എല്ലാവരും അവന്റെ മുഖം കണ്ടു. അവന്റെ കാൽ പതിഞ്ഞ ഭൂമിയിൽ നിന്നും തറവാടിന്റെ അകത്തളം വരെയും ഭൂമി പിളർന്നു. തറവാടിന് ചുറ്റും കൊടുങ്കാറ്റ് ആഞ്ഞു വീശി. ദിഗന്ധങ്ങളെ പിളർന്നുകൊണ്ട് തറവാടിന്റെ മുകളിൽ ഇടിവെട്ടി. മിന്നൽ പിണറുകൾ അവിടുത്തെ മനുഷ്യരുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കാൻ പുളഞ്ഞിറങ്ങി. ദേവദേവൻ. ദേവന്റെ ചുണ്ടുകൾ ചലിച്ചു. അവൻ എവിടേക്ക് വരുമെന്ന് ദേവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ജയദേവനെ ഒരു തളർച്ച ബാധിച്ചു. മഹാദേവന്റെ ഇരട്ട സഹോദരൻ. സുമിത്ര വിറങ്ങലിച്ചു നിന്നു. മറ്റുള്ളവരും. ആരാണിവൻ? മറ്റൊരു ദേവനോ? ദേവദേവൻ മുന്നോട്ടടിവെച്ചു. ദേവദേവനെ കണ്ട ആവണിയിലെ സതി രുദ്രയ്ക്ക് വഴിമാറുകയായിരുന്നു. ദേവനെ തങ്ങളിൽ നിന്നും തട്ടിയെടുക്കാൻ വന്ന ചെകുത്താനെ പോലെ ദേവദേവൻ അട്ടഹസിച്ചുകൊണ്ട് നടന്നെടുക്കുന്നതായി ആവണിക്ക് തോന്നി. ആയുഷിനെ തള്ളി മാറ്റി അവൾ മുന്നോട്ട് കടന്നു. നിൽക്കൂ! അവരുടെ ഭാവം മാറിയത് എല്ലാവരും കണ്ടു. നീ എന്തിനിവിടെ വന്നു? ദേവൻ ഞങ്ങളുടെയാണ്, തരില്ല ഞാൻ. ദേവദേവൻ ഒന്ന് പുഞ്ചിരിച്ചു. ആവണിക്ക് ഇവനെ അറിയുമോ? ജയദേവൻ അത്ഭുതപ്പെട്ടു. ഒപ്പം എല്ലാവരും. ഒറ്റ ഓട്ടത്തിന് തേങ്ങ പുതിക്കാൻ മുറ്റത്ത് കുത്തി നിർത്തിയിരുന്ന പാര അവൾ വലിച്ചൂരി ദേവദേവന് നേരെ നീട്ടിപ്പിടിച്ചു. ആരും അത് പ്രതീക്ഷിച്ചില്ല. മഹാദേവൻ എന്റെയാ, എന്റെയാ, തരില്ല ഞാൻ. അതിന് ശ്രമിച്ചാൽ കൊല്ലും നിന്നെ ഞാൻ. അവൾ ആ പാരയുമായി മുന്നോട്ട് നടന്നു. ദേവദേവൻ ഒരടി പിന്നോട്ടും. എന്തായിരുന്നു അവൾക്കപ്പോൾ? ദേവൻ എന്ന ഭ്രാന്ത്. അത് കണ്ട ആയുഷ് പേടിയോടെ വിളിച്ചു, ആവണി! കത്തുന്ന മിഴികളോടെ ഭ്രാന്തിയെപ്പോലെ അവൾ പാര ആയുഷിന് നേരെ വീശി. അവളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ച എല്ലാവർക്കു നേരെയും ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ അത് വീശിക്കൊണ്ടിരുന്നു. ദേവന് മാത്രമേ അവളെ ശാന്തയാക്കാൻ കഴിയൂ എന്നറിഞ്ഞ ദേവദേവനും ആയുഷും അവനെ നോക്കി. ആവണി! അവന്റെ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ദേവൻ പതിയെ അവളുടെ അടുത്തേക്ക് വന്നു. ആവണി അനങ്ങിയില്ല. അവൻ അവളുടെ കയ്യിൽ നിന്നും അത് വാങ്ങി. ആയുഷ് അത് വാങ്ങി ദൂരേക്കെറിഞ്ഞു. എത്ര പെട്ടെന്നാണ് അവനു മുന്നിൽ ഉറഞ്ഞു തുള്ളി അവൾ ശാന്തയായത് എന്ന സങ്കടത്തോടെയും അതിശയത്തോടെയും എല്ലാവരും കണ്ടു. ദേവൻ ആവണിയുടെ ഇരു തോളിലും പിടിച്ച് ആ മുഖത്ത് മിഴികളൂന്നി. അവൻ എന്നെ കൊണ്ടുപോകാൻ വന്നതല്ല. ഈ മഹാദേവന്റെ അനുവാദമില്ലാതെ ആരും എന്നെ ഇവിടെ നിന്നും കൊണ്ടുപോകില്ല. അവൾ വിശ്വാസം വരാതെ അവനെ നോക്കി. അല്ല, ആവണിയുടെ അനുവാദമില്ലാതെ, നീ സമ്മതിക്കാതെ ദേവൻ എവിടേക്കും പോവില്ല. അവളുടെ ചുണ്ടുകൾ വിതുമ്പി. തറവാട് മുഴുവൻ നോക്കി നിൽക്കെ എല്ലാം മറന്ന ദേവൻ ആ നിമിഷം അവളെ തന്റെ നെഞ്ചോട് ചേർത്തു. ദേവദേവന്റെയും ആയുഷിന്റെയും ഹൃദയത്തിൽ കണ്ണീരിൽ കുതിർന്ന ഒരു പുഞ്ചിരി വിരിഞ്ഞു. ജയേട്ടാ! സുമിത്ര തളർച്ചയോടെ വിളിച്ചു. ആവണിയുടെ വാക്കുകളിൽ നിന്ന് ദേവൻ തങ്ങളുടേതല്ലെന്ന ഭയം എല്ലാവരിലും കൂടുകൂട്ടിയിരുന്നു. ആ ചിന്ത ഏറ്റവും കൂടുതൽ തളർത്തിയത് സുമിത്രയായിരുന്നു, ഉമയെയും. സുമിത്രയുടെ മുഖത്തെ 1000 ചോദ്യങ്ങൾക്ക് അയാൾ ഒരു മറുപടി മാത്രം നൽകി. കാത്തു നിൽക്കൂ, അവൻ പറയട്ടെ. ജയദേവനോ ദേവനോ എതിർക്കാത്തത് കൊണ്ട് തനിക്ക് തന്റെ മകനെ നഷ്ടപ്പെടുമോ എന്ന ഭയം തൽക്കാലത്തേക്ക് ആവണിയുടെയും ഉമയുടെയും അപ്പോൾ നടക്കേണ്ട നിശ്ചയത്തെയും സുമിത്രയുടെ മനസ്സിൽ നിന്നും പുറത്താക്കിയിരുന്നു. ദേവദേവൻ ചിരിയോടെ മുന്നോട്ടു വന്നു. ദേവനോടായി പറഞ്ഞു, ഡാ, ഇവൾക്ക് ഭ്രാന്താടാ, പിടിവിടല്ലോ. തിരിച്ചു ചെല്ലൂന്ന് ഉറപ്പു കൊടുത്തിട്ടാ വന്നേക്കുന്നേ. എന്നിട്ട് ആവണിക്ക് നേരെ കളിയായി കൈകൂപ്പി. ദേവൻ ദേവദേവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ആയുഷ് അത് കണ്ട് ചിരിച്ചു. നിന്റെ അച്ഛനാടാ ഭ്രാന്ത്. തന്റെ നെഞ്ചോരം ചേർന്ന് നിന്ന ആവണി പിറുപിറുത്തത് കേട്ട് ദേവൻ അവളെ കൂർപ്പിച്ചു നോക്കി. ഓ സോറി, ദേവേട്ടന്റെയും അച്ഛനാണല്ലോ, ആവണി ചെറിയൊരു ചിരിയോടെ പറഞ്ഞു. അത് കേട്ട് ആയുഷും ചിരിച്ചു. ആ ഉമിത്തിയിലും അവർ പരസ്പരം എത്രമാത്രം ആശ്വാസമാണെന്നത് വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു. പിന്നെ ദേവദേവൻ എല്ലാവരോടുമായി പറഞ്ഞു, ഞാൻ ദേവദേവൻ, മറ്റൊരു പേരുകൂടി എനിക്കുണ്ട്, ആയുഷ്മാൻ. ആയുഷ്മാൻ? അത് ദേവനല്ലേ?
മാധവൻ എല്ലാവർക്കും വേണ്ടി ചോദിച്ചു. അല്ല, മഹാദേവനാണ് ആയുഷ്മാൻ എന്ന് ഞാൻ കള്ളം പറഞ്ഞതാണ്. ആ എഴുത്തുകാരനായ ആയുഷ്മാൻ ഞാനാണ്. അപ്പോൾ ആവണി സ്നേഹിച്ചത് നിങ്ങളെയല്ലേ? ചോദ്യം ഉമയുടേതായിരുന്നു. അല്ല, ആവണി സ്നേഹിച്ച എഴുത്തുകാരൻ ഞാനല്ല, അത് മഹാദേവനാണ്. ആവണിയുടെ ആയുഷ്മാൻ മഹാദേവനാണ്. ദേവന് അവന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടി. തന്റെ നെഞ്ചോട് ചേർന്നു നിന്ന ആവണിയെ അവൻ വീണ്ടും മുറുകെ പുണർന്നു. ദേവദേവന്റെ വാക്കുകൾക്കായി കാത്തുനിന്നവരിൽ ഏറ്റവും നെഞ്ചെടുപ്പ് ആവണിക്കായിരുന്നു. എന്താണ് ഇവൻ പറയാൻ പോകുന്നത്?